പിതാവേ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അർപ്പിച്ച റാസകുർബാനയെക്കുറിച്ച് പറയുകയുണ്ടായി. തുടർന്ന് 1989 ഒരു ടെക്സ്റ്റ് രൂപം കൊള്ളുവാനുള്ള അനുവാദം, പക്ഷേ ആ അനുവാദം കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങളോടുകൂടി ആയിരുന്നുള്ളത് നമ്മൾ അതിനോടൊപ്പം വായിച്ചറിയുന്നുണ്ട്. എന്തായിരുന്നു ആ മാർഗനിർദ്ദേശങ്ങൾ എന്നൊന്ന് പിതാവ് വ്യക്തമാക്കാം. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അംഗീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ആ റാസ ടെസ്റ്റ് ഇവിടെ പ്രാബല്യത്തിലായി. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും, എല്ലാവരും അത് അംഗീകരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ ജനാഭിമുഖ കുർബാന തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ആൾക്കാർ ഈ ടെസ്റ്റും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അവരെ വീണ്ടും അതിനെതിരായിട്ട് റോമിലേക്ക് നിരന്തരമായിട്ട് പരാതികൾ അയച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ അവർ പഴയ രീതിയിൽ തന്നെ കുർബാന അർപ്പിച്ചു തുടങ്ങി. അതായത് പ്രാബല്യത്തിലില്ലാത്ത, അതായത് അനുവാദം നിഷേധിക്കപ്പെട്ട 68 കുർബാനക്രമം തന്നെ പലരും തുടർന്നും ഉപയോഗിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലാക്കി ഇപ്പോൾ വിശുദ്ധ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി. ആ മാർഗനിർദ്ദേശങ്ങൾ വളരെ വ്യക്തമാണ്. വാസ്തവത്തിൽ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. മാർപ്പാപ്പ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആ റാസ കുർബാന എനിക്ക് യാതൊരു മാറ്റവുമില്ലാതെ അടിസ്ഥാന ടെസ്റ്റായിട്ട് നിലനിൽക്കും, അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ മാർഗനിർദ്ദേശങ്ങളിൽ കാണുന്നുണ്ട്. ഒരു 5 കാര്യങ്ങൾ അവിടെ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, സീറോ മലബാർ കുർബാനയുടെ അടിസ്ഥാനമായി റാസക്രമം നിലകൊള്ളണം. അത് മാർപ്പാപ്പ അംഗീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ആ റാസ കുർബാന അത് അടിസ്ഥാനമായി നിലകൊള്ളണം. അതിനെക്കുറിച്ച് വിശദീകരണം ഇതാണ്. അത് പറയുന്നത് ഇപ്രകാരമാണ്: സുദീർഘവും ശ്രമകരവുമായ പഠനത്തിനു ശേഷം തയ്യാറാക്കിയതും പൗരസ്ത്യ സഭാകാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഉദ്ഘാടനം ചെയ്തതുമായ റാസക്രമം, അതിലെ ടെക്സ്റ്റുകളും നിബന്ധനകളും അനുഷ്ഠാനങ്ങളും സഹിതം സീറോ മലബാർ കുർബാനയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതാണ്. അപ്പോൾ റാസ കുർബാനയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, എല്ലാ റീത്തുകളുടെയും ഔദ്യോഗിക ആരാധനാ പുസ്തകങ്ങളിൽ പതിവായിരിക്കുന്നത് പോലെ കുർബാനയുടെ എല്ലാ രൂപങ്ങളും, അതായത് റാസ ക്രമം, ആഘോഷമായ ക്രമം, സാധാരണ ക്രമം, അവയുടെ ടെസ്റ്റുകളും അനുഷ്ഠാന വിധികളും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഏക അൾത്താര തക്സ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എല്ലാ റീത്തുകളിലും ഇങ്ങനെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അൾത്താരയിൽ ഉപയോഗിക്കുന്ന, ബലിപീഠത്തിൽ ഉപയോഗിക്കുന്ന കുർബാന പുസ്തകം അതിൻ്റെ പൂർണ്ണതയിൽ ഉള്ളതായിരിക്കണം. അതിവിടെയും അങ്ങനെയാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത് പറയുന്നത്, റാസ കുർബാനയുടെ അടിസ്ഥാന വിധികളും ഉത്ബോധനങ്ങളും അനുസരിച്ച് കുർബാന പൂർണ്ണമായും കിഴക്കന് അല്ലെങ്കിൽ അൾത്താരയ്ക്ക് അഭിമുഖമായാണ് അർപ്പിക്കപ്പെടുന്നത്. അതേക്കുറിച്ചും, അതായത് അൾത്താരാഭിമുഖമായിട്ട് കുർബാന ചെല്ലുന്ന മാത്രമേ പോളിസിയുടെ മനസ്സിലുള്ളൂ വാസ്തവത്തിൽ. അതാണ് നിയമാനുസൃതമായിട്ടുള്ളതും പരമ്പരാഗതമായിട്ടുള്ളതും. നാലാമതായിട്ട്, ഭാവിയിൽ ഈ ടെസ്റ്റ് മെച്ചപ്പെടുത്തുകയോ പൂർണ്ണമാക്കപ്പെടുകയോ ചെയ്യാം. എന്നാൽ അതിനു മുൻപ് ഉചിതമായ ഒരു കാലയളവിൽ അത് ഉപയോഗിച്ചിരിക്കണം എന്ന് ഒഴിച്ചുകൂടാനാവാത്ത വ്യവസ്ഥയിൽ മാത്രം. ആ വ്യവസ്ഥ പാലിച്ചെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതവിടെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 5 വർഷത്തിനു ശേഷം സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസിൻ്റെ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും പരിഗണിക്കേണ്ടതാണ്. അഞ്ചാമതായിട്ട്, ഇതിനിടയ്ക്ക് നൽകേണ്ട പരിശീലനത്തെക്കുറിച്ചും ബോധവൽക്കരണത്തെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുക. അഞ്ചാമത്തെ കാര്യം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്.
സുറിയാനി ആരാധനാ പൈതൃകത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആവശ്യകത, സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം, ക്രമവൽകൃതമായ മതബോധനത്തിലൂടെ വിശ്വാസികൾക്ക് ആരാധനക്രമത്തിൽ പരിശീലനം നൽകണമെന്നുള്ള ആഹ്വാനം എന്നിവയൊക്കെ പ്രീഫെക്റ്റിൻ്റെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിശീലനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ റാസകുർബാനയെപ്പറ്റി വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അത് മാറ്റത്തിന് വിധേയം ആകാത്ത ഒന്ന് തന്നെയാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ മാർഗനിർദ്ദേശങ്ങളിലാണ് ആഘോഷമായ ക്രമത്തിൻ്റെ കാര്യവും സാധാരണ ക്രമത്തിൻ്റെ കാര്യവും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ആ രീതികൾക്ക് ചില പുതിയ അനുവാദങ്ങൾ നൽകുന്നുണ്ട്. അതായത് വളരെയധികം എതിർപ്പായിരുന്നല്ലോ അത് ഇവിടെ നിന്നുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ എതിർക്കുന്നവരെയും തൽക്കാലത്തേക്ക് ഒന്ന് സമാധാനപ്പെടുത്താനായിട്ടുള്ള ചില ഒഴിവുകൾ ഈ ആഘോഷമായ കുർബാനയെ സംബന്ധിച്ചും സാധാരണ കുർബാനയെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് പ്രത്യേകം പറയുന്നു, പിന്നെ അത് ജനാഭിമുഖ നിലപാടിനെക്കുറിച്ച് ഉള്ള കാര്യം ഇപ്രകാരമാണ്: വചന ശുശ്രൂഷ ജനാഭിമുഖമായി നടത്താവുന്നതാണ് എന്നൊരു ക്ലോസ് അതിനകത്തുണ്ട്. അപ്പോൾ ഒരു അനുവാദം നൽകുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരു തീരുമാനമായിട്ടോ നിർദ്ദേശമായിട്ടോ നൽകുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് അതിനൊരു അനുവാദം നൽകുന്നു തൽക്കാലത്തേക്ക്. എന്നിട്ട് തുറന്നു പറയുന്നു, വചന ശുശ്രൂഷ ജനാഭിമുഖമായാണ് നടത്തുന്നതെങ്കിൽ തുടർന്നുള്ള കൂദാശ ഭാഗം അർത്ഥാരാഭിമുഖമായിട്ട് നടത്തുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനവും ശരിയായിട്ടുള്ള നിലപാട് അർത്ഥാരാഭിമുഖമായുള്ള കുർബാന അർപ്പണമാണ് എന്നുള്ളത് ഈ കാര്യത്തിലും വ്യക്തമാണ്. പക്ഷേ മറിച്ച് ഒരു അനുവാദം കൂടി തൽക്കാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും കുർബാന മുഴുവൻ ജനാഭിമുഖമായിട്ട് അർപ്പിക്കുന്നതിന് ഒരിക്കലും ഒരു അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതുപോലെയുള്ള പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പം വിരിയുടെ കാര്യം പറയുന്നുണ്ട്. എല്ലാ പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളിലും പൊതുവായിട്ടുള്ള മദ്ബഹ വിരിയുടെ ഉപയോഗം രൂപതാ അധ്യക്ഷന്മാരുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. അതായത് ഒരു വിഭാഗം ഈ വിരിയുടെ ഉപയോഗം നിർത്തലാക്കിയിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു അനുവാദം കൂടി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളൊന്നും വാസ്തവത്തിൽ കുർബാന ടെക്സ്റ്റിൽ അച്ചടിക്കരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. കാരണം ഇത് പൊതുവായ ഒരു തീരുമാനമല്ല, ആത്യന്തികമായ ഒരു പിന്നെ ഫൈനൽ തീരുമാനമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ താൽക്കാലിക ഒരു സമാധാനം കൈവരുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. ഇതായിരുന്നു ഇങ്ങനെ ഇതെല്ലാം അനുസരിച്ച് ആണ് 1989 ആ ടെസ്റ്റ് തയ്യാറാക്കിയത്. അതിവിടെ ജൂലൈ 3 മുതൽ നടപ്പിലാവുകയും ചെയ്തു. അതനുസരിച്ചാണ്. പക്ഷേ ഇതിൻ്റെ പരിണതഫലം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും പഴയ രീതിയിൽ ആ 3 രൂപത്തിലുള്ള അർപ്പണ രീതിയും തുടർന്നു പോകുന്നു. ശാശ്വത ഒരു വിവരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധ സിംഹാസനം പൗരസ്ത്യ തിരുസംഘത്തിലൂടെ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ, അവിടെ വലിയ ഒരു സൂചന കിടപ്പുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെ മൂലകാരണം. അവിടെ 5 വർഷം ഇത് നടപ്പിലാക്കി പ്രാക്ടീസ് ചെയ്ത് അത് ആളുകളെ പഠിപ്പിച്ച് ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തി അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള, പ്രത്യേകിച്ച് സുറിയാനി പഠനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശുദ്ധ സിംഹാസനം അത് പറഞ്ഞിരിക്കുന്നത് സുവിദിതമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് ചില പ്രദേശങ്ങളിൽ നടന്നത്, അത് ഇതിനനുസരിച്ചുള്ള ഒരു മതബോധനം നടപ്പിലായോ, അത് നടപ്പിലായെങ്കിൽ ഇന്നത്തെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു, എന്താണ് ഇതിന് തടസ്സമായിട്ട് നിന്നിരുന്നത് എന്ന് ഒന്ന് വ്യക്തമാക്കേണ്ടതില്ലേ? വിവാദങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ആരാധനാക്രമ പൈതൃകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല ദീർഘകാലമായിട്ട് വ്യതിചലിക്കപ്പെട്ട ഒരു ആരാധനാക്രമമാണ് ഉപയോഗിച്ച് പോന്നിരുന്നത്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ള ധാരണ ഒരുപക്ഷെ പലർക്കും ഉണ്ടായിരുന്നു. നമ്മുടെ പരമ്പരാഗതമായ പുരാതനമായ
ആ രീതികളെ പരിചയമില്ലാത്തവർ അതേക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമാണ് അതിനെ ഉൾക്കൊള്ളാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി പരിശുദ്ധ മുഖാസനത്തിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശമാണ് ഇവിടെ അന്ന് നൽകിയത്. അപ്പോൾ സുറിയാനി ആരാധനാ പൈതൃകത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആവശ്യകത അത് ആളുകളെ ബോധ്യപ്പെടുത്തണം എന്ന കാര്യം. നമ്മളൊരു പൗരസ്ത്യ സഭയല്ലെങ്കിൽ നമുക്ക് കത്തോലിക്ക സഭയിൽ തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം നമ്മുടെ അസ്തിത്വം അങ്ങനെയാണ് കിടക്കുന്നത്, ആ പാരമ്പര്യത്തിലാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ബോധ്യം ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള പോലീസയുടെ മാർഗനിർദ്ദേശം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം സുറിയാനി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പാഷാണ്ഡതയുടെ ഭാഷയാണ് എന്നൊക്കെയുള്ള ധാരണ ഇവിടെ ഉണ്ടായിരുന്നു. സുറിയാനി പഠനം, സുറിയാനിക്കാർ, ഇതൊക്കെ എന്തോ മോശമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഏതൊരു ആരാധനാ പാരമ്പര്യത്തിലും ആ ആരാധനാ ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ലത്തീൻ സഭയിൽ ലത്തീൻ ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം ആ ആരാധനാക്രമം രൂപം കൊണ്ടത് ലത്തീൻ ഭാഷയിലാണ്. അതാണ് ഔദ്യോഗികമായ ആരാധനാ ഭാഷ. അത് ഇന്നും ലത്തീൻ സഭ ഉപയോഗപ്പെടുത്തുന്നു. വളരെ ആഘോഷമായ അവസരങ്ങളിൽ ലത്തീനിലാണ് കുർബാന അർപ്പിക്കുന്നത്. അത് ലത്തീൻ സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങൾ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് ലത്തീൻ ഭാഷയിലാണ്. അപ്പം ഓരോ റീത്തിനും ഓരോ സഭയ്ക്കും അതിൻ്റെ ആരാധനാ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റ് പാരമ്പര്യങ്ങളുണ്ടല്ലോ. ഇനി എല്ലാ മതങ്ങളിൽ നിന്ന് മതങ്ങൾക്കും പ്രാധാന്യമാണ്. മറ്റു മതങ്ങളുടെ കാര്യം നോക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. ഹിന്ദുക്കൾക്ക് സംസ്കൃതം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പ്രാർത്ഥനകളിൽ പൂജകളിലൊക്കെ അതിന് പ്രസക്തിയുണ്ട്. മുസ്ലിങ്ങൾക്ക് അറബി എന്ന് പറഞ്ഞതുപോലെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പ്രാധാന്യമുള്ള, അതും നമുക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഈ സുറിയാനി ദൈവത്തിൻ്റെ തന്നെ ഭാഷ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ മനുഷ്യനെ അവതരിച്ച് ആ ഈശോ മിശിഹ സംസാരിച്ച മാതൃഭാഷ കൂടിയാണ് അറമായ സുറിയാനി എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിലാണ്, ആ അറമായ സുറിയാനി സംസ്കാരത്തിലാണ് സഭ തന്നെ ജന്മം കൊണ്ടത്. സഭയുടെ ജന്മപശ്ചാത്തലവും ജന്മ സംസ്കാരവും ഇത് തന്നെയാണ്. അപ്പോൾ ആദിമ സഭയുടെ മാതൃഭാഷയാണിത്. അങ്ങനെയുള്ള ഒരു ഭാഷയെ ഇത്രമാത്രം അപമതിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി വളർന്നു വന്നു എന്നുള്ളത് വാസ്തവത്തിൽ വലിയൊരു വ്യതിചലനമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തി ആ സുറിയാനി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് നൽകണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ആരാധനാക്രമത്തിൽ പരിശീലനം നൽകണം. വിശ്വാസികൾക്ക് ആരാധനാക്രമത്തിൽ പരിശീലനം നൽകണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് ആത്മാർത്ഥമായി നിർവഹിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അതെല്ലാവർക്കും കിട്ടേണ്ടിയിരുന്നു. അപ്പോൾ മറിച്ച് ഇതിന് വിരുദ്ധമായ രീതിയിലുള്ള പരിശീലനമാണ് നൽകപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തിൽ എല്ലാവരുമല്ല, പക്ഷേ ചില ഇടങ്ങളിൽ പല രൂപതകളിലും ശരിയായ രീതിയിലുള്ള വിശ്വാസ പരിശീലനം നൽകപ്പെട്ടിട്ടുണ്ട്. സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവർക്ക് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയുള്ള അങ്ങനെയുള്ള രൂപതകളൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ നവീകരണത്തിൻ്റെ കാര്യത്തിൽ പുനരുദ്ധാരണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ മറിച്ച് ഉള്ള എതിർ പരിശീലനം മതവൽക്കരണം നടന്ന സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇന്നത്തെ വിവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതേക്കുറിച്ചുള്ള അജ്ഞതയാണ്, വേണ്ടത്ര പരിശീലനം കൊടുക്കാതിരുന്നതാണ്. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ. ഇപ്പോൾ അനേക പ്രാവശ്യം ആവർത്തിച്ച് ഇതേക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കാൻ അവസരം കൊടുത്തിട്ട് ദീർഘമായൊരു കാലയളവ് അനുവദിച്ച് നൽകി ഇത് നടപ്പിലാക്കാൻ ആളുകളെ ഒരുക്കണം എന്ന രീതിയിൽ. പക്ഷേ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ എതിർക്കാനുള്ള വാദങ്ങൾ നിരത്തി ആളുകളെ ആ തരത്തിൽ നയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് നിർണായകമായ ഒരു പ്രശ്നമാണ്. പിതാവ് പറഞ്ഞല്ലോ, ഈ സുറിയാനി ഏതാണ്ട് അവമതിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ തന്നെ ആളുകളുടെ ഇടയിൽ വരുത്തി തീർത്തിട്ടുണ്ട്. വാസ്തവത്തിൽ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളുടെ ഒരു പാരമ്പര്യത്തിലും ആരാധനാ ജീവിതത്തിലും ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് സുറിയാനി സംസ്കാരം, സുറിയാനി പാരമ്പര്യം എന്നുള്ള വ്യക്തമാണ്. ഇപ്പോൾ ആരാധനാ ഭാഷ എടുത്തു കഴിഞ്ഞാൽ അവിടെ ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ, ചില വസ്തുക്കളുടെ പേരുകൾ നമ്മളുടെ കാർന്നവന്മാർ പണ്ട്
ചൊല്ലിയിരുന്ന പ്രാർത്ഥനകളുടെ സുറിയാനി അംശം, ഇതൊക്കെ നമുക്ക് നമ്മുടെ വേരെവിടെയാണെന്നുള്ളതിൻ്റെ സൂചനയല്ലേ, നമ്മുടെ അസ്തിത്വം എവിടെയാണ്, അത് ആ മേഖലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. കാരണം ആളുകൾക്ക് ഈ പദങ്ങളൊക്കെ കുറേ അറിയാമെങ്കിലും എന്തോ അപരിചിതമായ ഒന്ന്, അവിടെയല്ലേ മതബോധനത്തിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകത എന്നുള്ളത്. ഒന്ന് പിതാവ് ഈ കാര്യത്തോടൊന്ന് പ്രതികരിക്കാം. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. അതായത് വാസ്തവത്തിൽ ഈ നമ്മുടെ പൂർവികന്മാർക്ക് ഞങ്ങൾ സുറിയാനിക്കാരാണ് എന്ന് പറയുന്ന അഭിമാനമായിരുന്നു. ഞങ്ങൾ സുറിയാനിക്കാരാണ്. അത് അവർ പ്രത്യേകിച്ച് അൽമായർ ഒക്കെ എടുത്തു പറയുന്നുണ്ടത്. ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് പിന്നെ പാശ്ചാത്യ ഭരണത്തിന് കീഴിലേക്ക് വന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ സുറിയാനിക്കാരാണ്, ഞങ്ങൾക്കൊരു സുറിയാനി പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് സുറിയാനി ആരാധനക്രമമുണ്ട് എന്ന്, ഞങ്ങൾ സുറിയാനിക്കാരാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു. മാത്രമല്ല നമുക്ക് സാധാരണ കാണാമല്ലോ, നേരത്തെ ഈ വിവാഹ പരസ്യം പോലും, വിവാഹത്തിൻ്റെ വധുപരന്മാരെ വിവാഹ പരസ്യത്തിൽ പോലും കാണുന്നില്ല സുറിയാനി, പരമ്പരാഗതമായ സുറിയാനി കുടുംബം ഒരു ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സുറിയാനി അവബോധം വാസ്തവത്തിൽ നമ്മുടെ പഴയ തലമുറയിൽ ഉള്ളിൽ രൂഢമൂലമായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ പ്രവർത്തിച്ചിരുന്നത്, ഇപ്പം കുരിശ് വരയ്ക്കുമ്പോൾ ബാബായ്ക്കും പുത്രനും റുഹാദക്കുരിശായ്ക്കും സ്തുതി എന്നാണ് പറഞ്ഞിരുന്നത്. അത് സുറിയാനിയാ, ബാബ, പിന്നെ റുഹാദക്കുരിശ സുറിയാനി വാക്ക. നമ്മുടെ പഴയ പ്രാർത്ഥനകളിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ തന്നെ ആളുകളുടെ പേരുകൾ ബൈബിളിൽ ഇപ്പം നമ്മൾ സുറിയാനി പാരമ്പര്യത്തിലുള്ള പേരുകളാണ് നമ്മൾ വാസ്തവത്തിൽ ഉപയോഗിച്ചിരുന്നത്. യൗസേപ്പ്, തോമ, യാക്കോബ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മലയാളി ഒരു ചാക്കോ എന്നൊക്കെ പറയാം. അതിൻ്റെ പല പിന്നെ രൂപങ്ങളുണ്ട്. ഇങ്ങനെ പേരുകളൊക്കെ തന്നെ മറിയം സുറിയാനിയിൽ നിന്ന് വരും, സുറിയാനി, എലിസബത്ത്, ഇങ്ങനെ ഇതെല്ലാം സുറിയാനി ഭാഷകളാണ്. അപ്പോൾ നമ്മൾ സുറിയാനി ഭാഷ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഷമാണ്. ഇവിടുത്തെ സിറോമ അല്ലെങ്കിൽ മാർത്തോമ നസ്രാനികളായ നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ് വാസ്തവത്തിൽ സുറിയാനി. നമ്മുടെ ഐഡൻറ്റിറ്റി സുറിയാനി ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പേര് തന്നെ നമ്മുടെ കുർബാന എന്നുള്ള വാക്കത്തിന് കുർബാന. വാസ്തവത്തിൽ ഞാൻ ഒരിക്കൽ ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. കുർബാനയ്ക്ക് പല പാരമ്പര്യങ്ങളിലും പല പേരുകൾ നൽകുന്നുണ്ട്. ഹോളി മാസ് എന്ന് പറയുന്നുണ്ട്, ഹോളി മാസ് മറ്റൊരു. പക്ഷേ ആ ലേഖനത്തിനകത്ത് ഒരു ലാറ്റിൻ ഓതറാണ് അത് ലേഖനം എഴുതിയിരിക്കുന്നത്. അത് എഴുതിക്കുന്നത് ഏറ്റവും നല്ല ആ ബലിയർപ്പണത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പദപ്രയോഗം കുർബാന എന്നുള്ളതാണ് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് വേറെ ട്രാൻസ്ലേഷൻ ഇല്ല വാസ്തവം. കുർബാന എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതും നമ്മുടെ പാരമ്പര്യത്തിലുണ്ടായതാണ് കുർബാന എന്ന് പറയുന്നത്. അതാണ് ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണല്ലോ. പ്രാർത്ഥനകളെ വല്ല ടേംസൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോന്നിരുന്നത് നമ്മുടെ യാമപ്രാർത്ഥനകളാണ്. റംസ, സപ്ര, ലലിയ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം നമ്മൾ സുറിയാനി പദങ്ങളാണ്. കുർബാനയിലത്തിന് പിന്നെ പ്രാർത്ഥനയുടെ ഒക്കെ പേരുകൾ, അല്ലെങ്കിൽ ഏവങ്കേലിയോ, ആമേൻ എന്നുള്ളത് പൊതുവായ ഒരു പദമാണ്. അത് എല്ലാ ഭാഷയിലും അത് ആമേൻ എന്നാണ്, അതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ ഇല്ല. ഇങ്ങനെ എല്ലാം പിന്നെ ധാരാളം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ റൂട്ട്, നമ്മുടെ വേര് സുറിയാനി പാരമ്പര്യത്തിലാണ് എന്നുള്ളതാണ്. അതേക്കുറിച്ച് നമുക്ക് നമ്മുടെ പൂർവ്വമൊക്കെ അഭിമാനമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഏതാനും ദശാബ്ദങ്ങളെ ആയിട്ടുള്ളൂ ഈ സുറിയാനിയോടുള്ള ഒരു എതിർ മനോഭാവം ചിലയിടങ്ങളിൽ രൂപം കൊണ്ടിട്ട്. എല്ലാവർക്കുമല്ല, ചില ഭാഗങ്ങളിൽ ഈ ഒരു സുറിയാനി എന്ന് പറയുന്നതോ ഫോറിനാണ് എന്നുള്ളൊരു ധാരണ ഈ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ബൈബിളിൻ്റെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബൈബിൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിള്, നമ്മളിപ്പോൾ ഒരു മലയാള പരിഭാഷ ഉണ്ടായിരുന്നു, മാണിക്കത്തനാരുടെ ബൈബിളാണ്. അതിനകത്തെ ടേംസ് എല്ലാം പിന്നെ സുറിയാനിയാണ്. നമ്മൾ കുർബാനയിൽ വായിച്ചിരുന്ന സുറിയാനിയാണ്. അതുകൊണ്ട് ഈ സുറിയാനി പൂർവ്വയുടെ നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ സഭയുടെ തനിമയുടെയും വ്യക്തിത്വത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നതാണ് വാസ്തവത്തിൽ സുറിയാനി ഭാഷ എന്ന് പറയുന്നത്. 1989 ടെക്സ്റ്റ് അന്തിമമായിരുന്നല്ലോ. അതിൽ ഭേദഗതികൾ വരുത്തുവാനായിട്ട് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത
റോം അനുവദിച്ചിരുന്നു. അത് 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 വാസ്തവത്തിൽ പിന്നീട് എന്താ നടക്കാതെ പോയത്, കാരണം 1986 ടെക്സ്റ്റ് അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് ചില ഭേദഗതികൾ, ചില മെച്ചപ്പെടുത്തലുകൾ ഈ പരാതികളുടെയൊക്കെ വെളിച്ചത്തിൽ ആകാമെന്നുള്ള, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ഒരു മാറ്റമില്ലാത്ത ഒരു നിർദ്ദേശം അവിടെ നിന്ന് വന്നു. പക്ഷേ അത് തുടർന്ന് കാണുന്നതായിട്ട് ഇല്ല. എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അത് പിന്നെ ശരിയാണ്, 89 ടെസ്റ്റ് പിന്നെ തയ്യാറായപ്പോഴും പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേസിക് ടെസ്റ്റ് മാറ്റമൊന്നുമില്ല, റാസ ടെസ്റ്റ് മാറ്റമൊന്നുമില്ല. ആഘോഷമായ ക്രമവും സാധാരണ ക്രമവും. പക്ഷേ ഇനി ആ റാസ ടെസ്റ്റ് പോലും ഇനി 5 വർഷം അത് ശരിക്കണം. അതിനെതിരായിട്ടാണല്ലോ ഇവിടെ നിന്ന് പരാതികൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് 5 വർഷം അത് ഉപയോഗിക്കുക. 5 വർഷം ഉപയോഗിച്ച് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ 5 വർഷം കഴിയുമ്പോൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനഡ് ചർച്ച ചെയ്യണം, വിലയിരുത്തണം. എന്നിട്ട് സിനഡ് അത് പിന്നെ കോൺഫറൻസ് അത് അംഗീകരിച്ച് വേണം റോമിലേക്ക് അയക്കാനായിട്ട്. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത അന്ന് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ അതിനിടയ്ക്കാണ് ഈ ബോധവൽക്കരണ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ ടെസ്റ്റ് ഉപയോഗിക്കുവാനും അത് അംഗീകരിക്കപ്പെടുവാനുമുള്ള വഴിയാണ് വാസ്തവത്തിൽ ഹോളി സീ അതിനുള്ള വഴിയാണ് ഹോളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ എതിർത്തിരുന്ന ആൾക്കാർ ആ എതിർപ്പിൽ നിന്നും യാതൊരു മാറ്റവും വരുത്തിയില്ല എന്നുള്ളതാണ് സത്യം. വീണ്ടും ഓരോ അവരുടേതായ രീതിയിൽ തന്നെ, ഉദാഹരണത്തിന് ഈ പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് കുർബാന ചെല്ലുന്നത് പോളിസി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഈ 83 ടെസ്റ്റിനകത്താണ് ആദ്യ ഭാഗം ജനങ്ങളേക്ക് തിരിഞ്ഞ് ഇതെല്ലാം അർപ്പിക്കാവുന്നതാണ് എന്നുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിച്ചിരുന്നവർ അങ്ങനെ തന്നെ തുടർന്ന് പോയാണിത്. അവരെ വാസ്തവത്തിൽ ഈ റാസ ടെസ്റ്റ് ആയിരിക്കണം, പൂർണ്ണമായ ടെസ്റ്റ് ആയിരിക്കണം അൾത്താരയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടും ഇതിനെ എതിർക്കുന്ന വിഭാഗം ആ പ്രദേശങ്ങളിലൊന്നും ആ ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നില്ല. അൾത്താരയിൽ അത് ഉപയോഗിക്കാനും അവർ തയ്യാറായില്ല. അവരെ ആഘോഷമായ കുർബാനയുടെയും ലളിതമായ ക്രമത്തിൻ്റെയും പ്രത്യേകമായ ടെസ്റ്റുകൾ അച്ചടിച്ചിരുന്നത് അത് ഉപയോഗിച്ചാണ് കുർബാന അർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് റാസ കുർബാന എങ്ങനെയാണ്, എന്താണ് ഇതിനെപ്പറ്റിയുള്ള അറിവ് അവർക്കില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇങ്ങനെ അനുരഞ്ജനത്തിന് വേണ്ടിയും ഏകീകരണത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, യൂണിറ്റി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇതങ്ങനെ നീണ്ടുപോകുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും ആ വ്യവസ്ഥകൾ പാലിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്താൻ അതുകൊണ്ട് സാധിക്കാതെ വന്നു. അങ്ങനെയാണ് അതങ്ങോട്ട് പിന്നെ ആ ഒരു 5 കൊല്ലം കഴിഞ്ഞ് കൃത്യമായിട്ട് 5 കൊല്ലം, പക്ഷേ അതിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ക്രമേണ അതിന് തുടർച്ചയാണ് വാസ്തവത്തിൽ ഇപ്പോൾ അവസാനം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ടെസ്റ്റ് അങ്ങനെ ഉണ്ടായതാണ്. കാരണം അഭിപ്രായങ്ങളെല്ലാം ചോദിച്ച് പല ഇമ്പ്രൂവ്മെൻറ്റ്സും വരുത്തിയിട്ടുണ്ട്, പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത്ര കാലതാമസം ഉണ്ടായി. അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. വേണ്ട വിധം ഇവിടുന്നുള്ള റെസ്പോൺസ് ഉണ്ടായില്ല, അവിടെ നിന്ന് വ്യവസ്ഥകൾ പാലിക്കാൻ സാധിച്ചില്ല, ബോധവൽക്കരണം നടന്നില്ല, പരിശീലനം നടന്നില്ല. അതിൻ്റെയൊക്കെ അക്കാരണങ്ങളാൽ ഈ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ പുതിയ ടെസ്റ്റ് രൂപീകരിക്കുക എന്നുള്ളത് കുറച്ച് കാലതാമസം വന്നു എന്നുള്ളതാണ്. സഭയുടെ ചരിത്രം ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്നത്തെ പ്രതിസന്ധികളുടെ കാരണം ശരിക്കും വിലയിരുത്താനായിട്ടും അതിന് മറുപടി അല്ലെ പരിഹാരം കണ്ടെത്താനും കഴിയുള്ളൂ. ഇതാ ഇത്രയും സമയം ഞങ്ങളോട് ഉണ്ടായിരുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി.